ഹലോ എവ്രിവൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് എൻറ്റേർഡ് ആവാനാണ് ആഗ്രഹം. പക്ഷേ സിറ്റുവേഷൻഷിപ്പ് താല്പര്യമില്ല. പക്ഷെ പലപ്പോഴും ഞാൻ എൻറ്റേർഡ് ആകുന്നതെല്ലാം സിറ്റുവേഷൻഷിപ്പിലേക്കാണ്. എങ്ങനെയാണ് എനിക്ക് കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് എൻറ്റേർഡ് ആവാൻ സാധിക്കുക? അല്ലെങ്കിൽ ഈ സിറ്റുവേഷൻഷിപ്പിനെ എങ്ങനെയാണ് എനിക്ക് അട്രാക്ട് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് ഈയിടെയായിട്ട് ഒരുപാട് പേര് ചോദിച്ച ചോദ്യമാണ്, അല്ലെങ്കിൽ അവർക്കുള്ള ഒരു കൺഫ്യൂഷനാണ്. സോ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. എങ്ങനെയാണ് നമുക്ക് ഈ സിറ്റുവേഷൻഷിപ്പ് കണ്ടിന്യൂസ് ആയിട്ട് അട്രാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കുക, അതിനു പകരം നമുക്ക് കമ്മിറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെ അട്രാക്ട് ചെയ്യാം, അതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്നാമതായി, സിറ്റുവേഷൻഷിപ്പ് അട്രാക്ട് ചെയ്യുന്നത് നിർത്തണം, അല്ലെങ്കിൽ ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് എൻറ്റേർഡ് ആകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിന്റെ ഏർലി സ്റ്റേജിൽ തന്നെ അത് കൺഫേം ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഓപ്പൺ ആയിട്ട് സംസാരിക്കുക. എന്താണ് റിലേഷൻഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് എൻറ്റേർഡ് ആവാനാണ് താല്പര്യം എന്നുള്ളത് കൃത്യമായി ആദ്യമേ തന്നെ ചോദിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. കാരണം ഈ റിലേഷൻഷിപ്പിലേക്ക് ആയിരിക്കുക, അല്ലെങ്കിൽ ഒരാളെ പരിചയപ്പെടുക എന്നുള്ളതൊക്കെ വളരെ പ്ലാൻഡ് ആയിട്ട് സംഭവിക്കുന്നതൊന്നും ആയിരിക്കില്ല. ഒരുപക്ഷെ ആ ഒരു ഒഴുക്കിൽ, ആ ഒരു ഫ്ലോയിൽ ഇങ്ങനെ സംഭവിക്കുന്നതായിരിക്കും. അതായത് ഒരു വ്യക്തിയെ പരിചയപ്പെടുന്നു, അല്ലെങ്കിൽ സംസാരിക്കുന്നു, കൂടുതലായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഒരു പോയിന്റിൽ എത്തുന്ന സമയത്തായിരിക്കാം അങ്ങനെ ഉണ്ടാകുന്ന ആ ഒരു ഏർലി സ്റ്റേജിൽ തന്നെ നിങ്ങൾക്ക് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയണം എന്നുള്ളതാണ്. റിലേഷൻഷിപ്പ് എന്നുള്ളത് കൊണ്ട് എന്താണ് അവരുടെ ഒരു ഇമാജിനേഷൻ, അല്ലെങ്കിൽ എങ്ങനെയുള്ള റിലേഷൻഷിപ്പാണ് അവർ ഉദ്ദേശിക്കുന്നത്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കണം എന്നൊന്നുമില്ല. അവർ ചിലപ്പോൾ ഒരു സിറ്റുവേഷൻഷിപ്പിലേക്കായിരിക്കാം കംഫർട്ടബിൾ ആയിട്ടുണ്ടായിരിക്കുക. ചില ആളുകൾക്ക് കമ്മിറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് എൻറ്റേർഡ് ആകണം എന്നുള്ളതാണ്. സോ നിങ്ങൾക്ക് കമ്മിറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് എൻറ്റേർഡ് ആകണം എന്നാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ ഏർലി സ്റ്റേജിൽ തന്നെ അത് ചോദിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതായത് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, ഒരു പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനെ അത് ചോദിക്കാനോ അല്ലെങ്കിൽ അത് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ രണ്ടാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയിൽ ആ ഒരു സ്ഥിരത കാണാൻ സാധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതായത് അവർ സംസാരിക്കുന്ന രീതിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ചെയ്യുന്നതായിരിക്കാം, മെസ്സേജ് ചെയ്യുന്നതായിരിക്കാം, നിങ്ങളെ മീറ്റ് ചെയ്യുന്നതായിരിക്കാം, അവരെടുക്കുന്ന എഫേർട്ടായിരിക്കാം, അല്ലെങ്കിൽ അവർ പ്രകടിപ്പിക്കുന്ന ഒരു അഫെക്ഷൻ, ലവ് ആയിരിക്കാം, വോട്ടെവർ. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു സ്ഥിരതയുണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഒരു ഹോട്ട് ആൻഡ് കോൾഡ് ബിഹേവിയർ ആണ് കാണിക്കുന്നത്, ഇന്ന് വന്ന് വളരെയധികം സ്നേഹത്തോടെ സംസാരിക്കുന്നു, നാളെ ആവുമ്പോഴേക്കും അത് അത്ര ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന രീതിയിലായിരിക്കാം, അല്ലെങ്കിൽ നെക്സ്റ്റ് 2 ഡേയ്സിലേക്ക് യാതൊരുവിധ അഡ്രസ്സും ഉണ്ടായിരിക്കില്ല. ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത്, അതോ ഒരു കൺസിസ്റ്റൻസി അവരിൽ കാണാൻ സാധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യുക, അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. രണ്ടാമതായിട്ട്, നിങ്ങൾക്ക് ഇങ്ങനെ സിറ്റുവേഷൻഷിപ്പ് അവോയ്ഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം, നിങ്ങളുടേതായിട്ടുള്ള ബൗണ്ടറീസ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കണം. ബൗണ്ടറീസ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും, പേഴ്സണലായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കാം, ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ഉണ്ടായിരിക്കാം, റിലേഷൻഷിപ്പിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നതും വേണ്ട എന്ന് ആഗ്രഹിക്കുന്നതുമായ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് അത് റെസ്പെക്ട് ചെയ്യപ്പെടുന്നുണ്ടോ, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി അത് ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പേഴ്സണൽ ബൗണ്ടറീസിനെയൊക്കെ എങ്ങനെയാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ട്രീറ്റ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് മൂന്നാമതായിട്ട് സിറ്റുവേഷൻഷിപ്പ് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സിറ്റുവേഷൻഷിപ്പിലേക്ക് എൻറ്റേർഡ് ആകാതെ നിങ്ങൾക്ക് സ്വയം നിങ്ങളെ സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ കാര്യം. നാലാമതായി, സിറ്റുവേഷൻഷിപ്പ് വേണ്ട, കമ്മിറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് എൻറ്റേർഡ് ആവാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിലവിൽ നിൽക്കുന്ന റിലേഷൻഷിപ്പിനെ കുറിച്ച്, അല്ലെങ്കിൽ എന്താണ് ആ റിലേഷൻഷിപ്പ് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്കൊരു ഉത്തരം ലഭിക്കും എന്നുള്ളതാണ്. അതൊരു പക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയോട് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് അതിനുള്ള ആൻസർ ലഭിക്കും. അതാണ് ഞാൻ നേരത്തെ ആദ്യമേ പോയിന്റിൽ തന്നെ പറഞ്ഞത്. ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു പക്ഷേ വളരെയധികം ഹോംവർക്ക് ചെയ്ത് അല്ലെങ്കിൽ പ്ലാൻ ചെയ്തൊന്നും എൻറ്റേർഡ് ആകുന്ന കാര്യമായിരിക്കില്ല. ചിലപ്പോൾ റാൻഡം ആയിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ഏതെങ്കിലും വ്യക്തിയെ കണ്ടുമുട്ടുന്നത്, അവരെ മീറ്റ് ചെയ്യുന്നത്, പിന്നീട് പരിചയപ്പെടുന്നത്, കൂടുതൽ മനസ്സിലാക്കാനൊക്കെ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ കഴിയുന്നത്. ഇങ്ങനെ എന്താണ് ആ റിലേഷൻഷിപ്പ് കൊണ്ട് മീൻ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾക്കൊരു ക്ലാരിറ്റി ലഭിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സൈന്. സോ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് എൻറ്റേർഡ് ആവാനാണ് താല്പര്യം, സിറ്റുവേഷൻഷിപ്പ് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾ നിലവിൽ നിൽക്കുന്ന റിലേഷൻഷിപ്പ് കൊണ്ട് മീൻ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ, ഒരു പക്ഷെ നിങ്ങളിപ്പോൾ എൻറ്റേർഡ് ആയിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി സിറ്റുവേഷൻഷിപ്പ് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്,
നിങ്ങൾ കമ്മിറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് എൻറ്റേർഡ് ആകാൻ ആഗ്രഹമുള്ള വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൽ നിന്നും പിന്മാറാനുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്തുകൊണ്ട് അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനുള്ള ഒരു കറേജ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ കഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും സിറ്റുവേഷൻഷിപ്പ് താല്പര്യമില്ല, പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് അത് തന്നെ അട്രാക്ട് ചെയ്യുന്നു എന്ന് ഒരു കംപ്ലൈന്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു പരിധിവരെ ഒഴിവാക്കാൻ കഴിയും എന്നുള്ളതാണ്. മാത്രമല്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങൾക്ക് ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് എൻറ്റേർഡ് ആകാനും സാധിക്കും. സോ ഇങ്ങനെ ഒരു പ്രശ്നം നേരിടുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രോപ്പർ ഗൈഡൻസ് വേണം, ആ റിലേഷൻഷിപ്പ് ഇഷ്യൂ സോൾവ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ അതിനുവേണ്ടി സപ്പോർട്ടിന് വേണ്ടി മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ ടീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. എനിവേസ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. സോ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.